സർവം കൃഷ്ണാർപ്പണമസ്തു. ഓണത്തിൻ്റെ യഥാർത്ഥ കഥയറിയാം. നമസ്കാരം. ഓണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം. പൂക്കളം, ഓണസദ്യ, വള്ളംകളി, തിരുവാതിര ഇതെല്ലാം നമുക്ക് സുപരിചിതമാണ്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഓണം ശരിക്കും എന്തിൻ്റെ ആഘോഷമാണ്? മഹാബലി വർഷത്തിൽ ഒരിക്കൽ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ആഘോഷമാണോ? അതോ മഹാവിഷ്ണുവിൻ്റെ വാമന അവതാരത്തിൻ്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന ദിവസമോ? പുരാണങ്ങൾ ശരിക്കും എന്താണ് പറയുന്നത്? ഇന്ന് നമുക്ക് കഥകളല്ല, ശ്രീമദ് ഭാഗവതം, വിഷ്ണു പുരാണം, ബ്രഹ്മപുരാണം, പത്മപുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓണത്തിൻ്റെ യഥാർത്ഥ കഥ മനസ്സിലാക്കാം. മഹാബലി ഒരു അസുര രാജാവായിരുന്നു. എന്നാൽ അസുരൻ എന്നത് ഇന്നത്തെ ഭാഷയിൽ ഉപയോഗിക്കുന്ന ദുഷ്ടൻ എന്ന അർത്ഥമല്ല. അസുരന്മാരും ദേവന്മാരും ഒരേ പിതാവായ കശ്യപ മഹർഷിയുടെ സന്തതികളാണ്. കശ്യപ മഹർഷിക്ക് 2 പ്രധാന ഭാര്യമാരുണ്ടായിരുന്നു, അദിതി, ദിതി. അദിതിയിൽ നിന്നാണ് ദേവന്മാർ ജനിച്ചത്, ദിതിയിൽ നിന്നാണ് അസുരന്മാർ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ ശത്രുക്കളായിരുന്നെങ്കിലും രക്തബന്ധമുള്ളവരാണ്. മഹാബലിയുടെ കുടുംബം ഇങ്ങനെ: കശ്യപൻ, ഹിരണ്യകശിപു, പ്രഹ്ലാദൻ, വിരോചനൻ, മഹാബലി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പ്രഹ്ലാദനാണ്. പ്രഹ്ലാദൻ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാളാണ്. ഭക്തനെ സംരക്ഷിക്കാൻ നരസിംഹ അവതാരം പൂണ്ട കഥയും പ്രഹ്ലാദനുമായി ബന്ധപ്പെട്ടതാണ്. ഈ മഹാഭക്തന്റെ കൊച്ചുമകനാണ് മഹാബലി. അതുകൊണ്ട് തന്നെ മഹാബലിയിലും ധർമ്മവും ദാനശീലവും ഉണ്ടായിരുന്നു. പിതാവായ വിരോചനന്റെ മരണശേഷം മഹാബലി രാജാവായി. ഗുരുവായ ശുക്രാചാര്യരുടെ ഉപദേശപ്രകാരം നിരവധി യാഗങ്ങൾ നടത്തി. വിശ്വജിത് യാഗം ഉൾപ്പെടെയുള്ള മഹായാഗങ്ങൾ നടത്തി അദ്ദേഹം ശക്തി വർദ്ധിപ്പിച്ചു. പുരാണങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ സൈന്യത്തെ തോൽപ്പിക്കാൻ ദേവന്മാർക്കായില്ല എന്നതാണ്. ഒന്നൊന്നായി എല്ലാ ലോകങ്ങളും മഹാബലി കീഴടക്കി. ഭൂമി, ആകാശം, സ്വർഗം, അവസാനം ഇന്ദ്രൻ പോലും രാജ്യം വിട്ടോടേണ്ടി വന്നു. ഇവിടെ ഒരു തെറ്റിദ്ധാരണ തിരുത്തണം. പലരും കരുതുന്നത് മഹാബലി ദുഷ്ടനായതുകൊണ്ടാണ് വിഷ്ണു അവതരിച്ചത് എന്നതാണ്. എന്നാൽ പുരാണങ്ങൾ അങ്ങനെ പറയുന്നില്ല. മഹാബലി നല്ല ഭരണാധികാരിയായിരുന്നു. പ്രജകൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അനീതി കുറവായിരുന്നു. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു: ലോകക്രമം തകരുകയായിരുന്നു. സൃഷ്ടിയിലെ ഓരോ സ്ഥാനത്തിനും ഒരു ധർമ്മമുണ്ട്. ഇന്ദ്രൻ ദേവലോകം ഭരിക്കണം, മനുഷ്യർ ഭൂലോകം, മറ്റു ലോകങ്ങൾക്ക് വേറെ അധിപന്മാർ. ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിരുന്നു. അതോടൊപ്പം മഹാബലിയുടെ മനസ്സിൽ ഒരു സൂക്ഷ്മമായ അഹങ്കാരവും വളരാൻ തുടങ്ങി. എനിക്ക് കൊടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഇതായിരുന്നു ദൈവ പരീക്ഷയുടെ കാരണം. ഇന്ദ്രന്റെ മാതാവായ അദിതി അതീവ ദുഃഖത്തിലായി. ഭർത്താവായ കശ്യപ മഹർഷിയെ സമീപിച്ചു. കശ്യപൻ അവളെ പയോവ്രതം എന്ന വിശുദ്ധ വ്രതം അനുഷ്ഠിക്കാൻ ഉപദേശിച്ചു. 12 ദിവസം പാലും ഭക്തിയും കൊണ്ട് ചെയ്ത ഈ വ്രതം കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷനായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ പുത്രനായി ജനിക്കും. അങ്ങനെ വിഷ്ണു അദിതിയുടെ ഗർഭത്തിൽ ജനിച്ചു. അതാണ് വാമനാവതാരം. വാമനൻ ഒരു സാധാരണ ബാലനല്ലായിരുന്നു. ജനിച്ച ഉടൻ തന്നെ വേദങ്ങൾ പഠിച്ചു. ബ്രഹ്മാവ് കമണ്ഡലം നൽകി, ഭൂമാതാവ് കൃഷ്ണാജിനം നൽകി, ബൃഹസ്പതി യജ്ഞോപവീതം അണിയിച്ചു, സൂര്യൻ ഗായത്രി ഉപദേശിച്ചു, കുബേരൻ ഭിക്ഷാപാത്രം നൽകി. ഇങ്ങനെ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹത്തോടെ വാമനൻ ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ മഹാബലിയുടെ യാഗശാലയിലേക്ക് പുറപ്പെട്ടു. അന്ന് മഹാബലി മഹത്തായ അശ്വമേധയാഗം നടത്തുകയായിരുന്നു. ആയിരക്കണക്കിന് മുനിമാർ, വേദാഘോഷങ്ങൾ, അഗ്നിഹോത്രങ്ങൾ, ദാനധർമ്മങ്ങൾ, യാഗശാല നിറഞ്ഞു നിന്നു. ആ സമയത്താണ് ചെറിയ ബ്രാഹ്മണ ബാലനായ വാമനൻ അവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ തേജസ് കണ്ട എല്ലാവരും എഴുന്നേറ്റ് നിന്നു. മഹാബലി സ്വയം വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രാഹ്മണകുമാര, നിനക്ക് എന്താണ് വേണ്ടത്? വാമനൻ പറഞ്ഞു, 3 അടി ഭൂമി മാത്രം. മഹാബലി ചിരിച്ചു, എനിക്ക് 3 ലോകങ്ങളുണ്ട്, നീ ചോദിക്കുന്നത് 3 അടി. അപ്പോൾ ഗുരുവായ ശുക്രാചാര്യർ ദിവ്യദൃഷ്ടിയിലൂടെ സത്യം മനസ്സിലാക്കി.
അദ്ദേഹം മഹാബലിയോട് പറഞ്ഞു, ഇത് വിഷ്ണുവാണ്. നിന്റെ രാജ്യം തിരികെ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. വാക്ക് കൊടുക്കരുത്. മഹാബലി ആലോചിച്ചു. ശേഷം പറഞ്ഞു, ഗുരു, വിഷ്ണുവാണെങ്കിൽ അതിലും വലിയ ഭാഗ്യം വേറെയുണ്ട്. ഞാൻ വാക്ക് നൽകിയ ശേഷം അത് ലംഘിക്കുകയില്ല. ഇതാണ് മഹാബലിയുടെ മഹത്വം. ദാനം സ്വീകരിക്കാൻ വാമനൻ സമ്മതിച്ച ശേഷം ആ അത്ഭുതം സംഭവിച്ചു. ആ ചെറിയ ബാലൻ വളരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ രൂപം വിശ്വരൂപമായി. ആദ്യ ചുവട് ഭൂമിയെ മുഴുവൻ അളന്നു. രണ്ടാമത്തെ ചുവട് സ്വർലോകം മുഴുവൻ അളന്നു. ഇപ്പോൾ മൂന്നാമത്തെ ചുവടിന് സ്ഥലമില്ല. വാമനൻ ചോദിച്ചു, മഹാബലി, എൻ്റെ മൂന്നാമത്തെ ചുവട് ഞാൻ എവിടെ വെക്കണം? മഹാബലി ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. അദ്ദേഹം തല കുനിച്ചു. എൻ്റെ തലയിൽ വെക്കുക. അത് പരാജയത്തിൻ്റെ അടയാളമല്ല, അഹങ്കാരത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു. വിഷ്ണു മഹാബലിയുടെ തലയിൽ പാദം വെച്ചു. അദ്ദേഹം സുതല ലോകത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. വിഷ്ണു മഹാബലിയോട് പറഞ്ഞു, നീ വാക്കുപാലിച്ചു. നിന്റെ ഭക്തി എന്നെ സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തിന് 3 മഹാവരങ്ങൾ നൽകി. ഒന്നാമത്, സുതല ലോകത്തിൻ്റെ രാജാവായി. രണ്ടാമത്തത്, ഞാൻ തന്നെ നിന്റെ കവാട രക്ഷകനായിരിക്കും. ഇത് അത്യപൂർവമായ അനുഗ്രഹമാണ്. ഭക്തന്റെ വാതിൽക്കൽ ഭഗവാൻ തന്നെ കാവൽ നിൽക്കുന്നു. ഭാവിയിൽ സാവർണി മന്വന്തരത്തിൽ നീ ഇന്ദ്രപദവി പ്രാപിക്കും. അതിനാൽ മഹാബലി ശപിക്കപ്പെട്ടവനല്ല, അനുഗ്രഹിക്കപ്പെട്ട ഭക്തനാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. ഭാഗവത പുരാണത്തിൽ ഓണ ദിവസം മഹാബലി കേരളത്തിലേക്ക് വരുന്നു എന്ന വാചകം നേരിട്ട് കാണുന്നില്ല. എന്നാൽ കേരളത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജനവിശ്വാസങ്ങളിലും ക്ഷേത്ര പാരമ്പര്യങ്ങളിലും മഹാബലി തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ വർഷത്തിൽ ഒരിക്കൽ വരുന്നു എന്ന വിശ്വാസം ശക്തമായി നിലനിൽക്കുന്നു. ഇത് പുരാണ കഥയും ജനകീയ പാരമ്പര്യവും കൂടി ചേർന്ന ഒരു സാംസ്കാരിക വിശ്വാസമായി മനസ്സിലാക്കുന്നതാണ് ശരി. ഓണം ഒരു ഭക്ഷണത്തിൻ്റെ ഉത്സവം മാത്രമല്ല, ഒരു രാജാവിൻ്റെ സ്മരണ മാത്രമല്ല. ഓണം നമ്മെ പഠിപ്പിക്കുന്നത് അധികാരം ശാശ്വതമല്ല, സമ്പത്ത് നിത്യവുമല്ല. ദാനം മഹത്തായതാണ്. എന്നാൽ ദാനത്തേക്കാൾ മഹത്തായതാണ് വിനയം. ഭക്തിയില്ലാത്ത ശക്തി അഹങ്കാരത്തിലേക്ക് നയിക്കും. ധർമ്മം പാലിക്കുന്നവനാണ് ഭഗവാൻ പോലും മാനിക്കുന്നത്. ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ പൂക്കളം ഒരുക്കുന്നു, സദ്യ കഴിക്കുന്നു, പുതുവസ്ത്രം ധരിക്കുന്നു. പക്ഷെ അതോടൊപ്പം മഹാബലിയുടെ ജീവിതത്തിൽ നിന്നും ദാനശീലം, സത്യനിഷ്ഠ, വാക്ക് പാലിക്കൽ, വിനയം, സമർപ്പണം എന്നീ മൂല്യങ്ങളും സ്വീകരിക്കുമ്പോഴാണ് ഓണാഘോഷം പൂർണ്ണമാകുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ധർമ്മവും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും. എല്ലാവർക്കും കമൻറ്റ് ബോക്സിലൂടെ ഓണാശംസ നേരാൻ മറക്കരുത്.